അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 4ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട ലിസാനുൽ ഖുർആനിന്റെ 8ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഉഹിബ്ബുഹാ കസീറ, എനിക്കതിനോട് വലിയ ഇഷ്ടമാണ് എന്നർത്ഥം വരുന്ന പാഠം. പാഠത്തിലൂടെ നല്ലൊരു മനോഹരമായ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ഒരു പൂച്ചയെ കളിപ്പിക്കുന്ന ചിത്രമാണ്. ആ കുട്ടി പൂച്ചയുമായുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിലൂടെ ഒരു കഥയായി പറയുന്നത്. പാഠത്തിൽ പഠിക്കാനുള്ളത് മുത്തസില ലമീറുകൾ മുൻഫസില ലമീറുകളുമാണ്. പദങ്ങളോട് ചേർന്ന് വരുന്ന മുത്തസില ലമീറെന്നും പിരിഞ്ഞു വരുന്നതിന് മുൻഫസില ലമീറും എന്നാണ് പറയുക. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇതിലൂടെ പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ലീ ഖിത്തത്തുൻ സഗീറത്തുൻ ഇസ്മുഹാ നൂനു, എനിക്ക് ചെറിയൊരു പൂച്ചക്കുട്ടിയുണ്ട്, അതിൻ്റെ പേര് നൂനു എന്നാണ്. ലൗനുഹ അബിയലു, അത് വെളുത്ത നിറമാണ്. ലഹാ ദൈലുൻ ത്വവീലുൻ, അതിന് നീണ്ടൊരു വാലുണ്ട്. വലഹാ ഉദ്നാനി ഖസീറത്താനി, അതിന് 2 ചെറിയ ചെവികളുണ്ട്. വലി അഖുൻ സഗീറുൻ, എനിക്ക് ചെറിയൊരു സഹോദരനുണ്ട്. യംശി വറാഅഹ വയഅഖുദഹ, അവൻ ആ പൂച്ചയുടെ പിന്നാലിങ്ങനെ നടക്കും, അതിനെ എടുക്കുകയും ചെയ്യും. തുഹിബ്ബു നൂനു അൻ തുസാഹിബഹു, നൂനു അവൻ്റെ കൂട്ടുകാരന് വലിയ ഇഷ്ടമാണ്. വ അൻ തൽഅബ മഅഹു, അവനോട് കളിക്കുകയും ചെയ്യും. നൂനു എന്ന പൂച്ചക്കുട്ടി ചെറിയ സഹോദരനാകുന്നവനോട് കളിക്കുകയും ചെയ്യും. തസീബു അഹിയാനൻ അലൈഹി, ചിലപ്പോൾ അതവൻ്റെ മേലിൽ ചാടി വീഴും. വ തദ്ലിസു അലാ കത്തിഫിഹി, അവൻ്റെ തോളിൽ ഇത് കയറിയിരിക്കും. ഉഹിബ്ബുഹാ കസീറ, അതിനോട് വല്ലാതെ ഇഷ്ടമാണ്. ഇതാണ് പാഠത്തിൽ ചെറിയൊരു കഥയായി കൊടുത്തിട്ടുള്ളത്. ഇതിന് നോക്കൂ, റെഡ് മാർക്ക് കൊടുത്തിട്ടുള്ളത് ഇസ്മുഹ ലൗനുഹ ലഹ ലഹ വറാഅഹ വയഅഖുദഹ തുസാഹിബഹു മഅഹു കത്തിഫിഹി ഉഹിബ്ബുഹാ. ഇതൊക്കെ മുത്തസില ലമീറുകളാണ്. പദങ്ങളോട് ചേർന്ന് വന്നിട്ടുള്ള അവൻ അവൾ അവൻ്റെ അവളുടെ എന്നൊക്കെ അർത്ഥം വരുന്ന ലമീറുകളാണ്. നോക്കും, വിശദമായിട്ട് തന്നെ പഠിക്കാം. നഖറ ഒന്ന് വായിക്കാം. ഇസ്മുഹ നൂനു, ആ പൂച്ചയുടെ പേര് നൂനു എന്നാണ്. ഹ എന്നുള്ള മുത്തസില ലമീറാണ്. ഹിയ എന്നുള്ള മുൻഫസില ലമീറുമാണ്. ലഹാ ദൈലുൻ ത്വവീലുൻ, അതിന് നീണ്ട വാലുണ്ട്. നോക്കൂ, ഹ മുത്തസില ലമീറാണ്, അതിൻ്റെ മുൻഫസിലാണ് ഹിയ എന്നുള്ളത്. ഇത് രണ്ടും മുൻഫസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുഹിബ്ബു അൻ തുസാഹിബഹു, അതവൻ്റെ കൂട്ടുകാരൻ ഇഷ്ടപ്പെടുന്നു. ഹു ഉണ്ടോ മുത്തസിൽ, അതിൻ്റെ മുൻഫസിലാണ് ഹുവ. തജ്ലിസു അലാ കത്തിഫിഹി, അതവൻ്റെ തോളിൽ കയറിയിരിക്കും. ഉണ്ടോ ഹി, അതിൻ്റെ മുൻഫസിലാണ് ഹുവ എന്നുള്ളത്. നുലാഹിൽ വനഫമു, നമുക്കൊന്ന് വായിച്ച് നിരീക്ഷിക്കാം. ഹുവ എന്നുള്ള മുൻഫസില ലമീറാണ്. അത് മുത്തസില ലമീറായിട്ട് വരുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ വരും. ലഹു, ബിഹി, അലൈഹി, ബൈനഹു, യുഹിബ്ബുഹു. ലഹു അവന്, ബിഹി അത് കാരണം, അലൈഹി അവൻ്റെ മേലിൽ, ബൈനഹു അവൻ്റെ ഇടയിൽ, യുഹിബ്ബുഹു അവനെ ഇഷ്ടം വെക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഹുവ എന്നുള്ള മുൻഫസില ലമീർ മുത്തസില ലമീറായിട്ട് വരുമ്പോൾ. ഹുവ എന്നുള്ള അവൻ എന്നാണ്, പുരുഷനാണ്. ഇനി ഹിയ എന്ന് അവൾ, സ്ത്രീയോടാണ് പറയുന്നത് ഹിയ. ആ ഹിയ എന്ന മുൻഫസില ലമീർ മുത്തസില ലമീറായിട്ട് വരുമ്പോൾ വ്യത്യസ്ത രൂപങ്ങൾ നോക്കൂ. ലഹ, ബിഹ, അലൈഹ, ബൈനഹ, യുഹിബ്ബുഹ. ലഹ അവൾക്ക്, ബിഹ അവൾ കാരണമായി, അലൈഹ അവൾക്ക് മേലിൽ, ബൈനഹ അവൾക്കിടയിൽ, യുഹിബ്ബുഹ അവൾ ഇഷ്ടം വെക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ വരിക. നസ്ലു ബിൽ മുനാസിബ് കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, വരച്ചിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഹുവ താലിബുൻ മദ്രസത്തുഹു കബീറത്തുൻ, അവൻ വിദ്യാർത്ഥിയാണ്, അവൻ്റെ മദ്രസ വലിയതാണ്. ഹിയ ബിൻതുൻ,
ബൈത്തുഹാ ജമീലുൻ, അവൾ മകളാണ്, അവളെ വീട് മനോഹരമാണ്. ഹുവ സാരിഉൻ മസ്റഅഹു കബീറുൻ, അവനൊരു കൃഷിക്കാരനാണ്, അവൻ്റെ കൃഷിയിടം വലുതാണ്. ഹിയ വാലിദത്തുൻ ഇബ്നത്തുഹാ സ്വഗീറത്തുൻ, അവളൊരു ഉമ്മയാണ്, അവളെ മകൾ ചെറിയതാണ്. മുദക്കറിനെ മുദക്കറിലേക്കും മുഅന്നസിനെ മുഅന്നസിലേക്കുമാണ് മാച്ച്. ഇനി അടുത്ത് നമുക്ക് നോക്കാം നുകമ്മിലു ബിൽ മുനാസിബി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ജാസിറുൻ താലിബുൻ യുഹിബ്ബുഹു ഉസ്താദുഹു, ജാസിർ ഒരു വിദ്യാർത്ഥിയാണ്, അവനോട് അവൻ്റെ ഉസ്താദിന് ഇഷ്ടമാണ്. നാസിറത്തു ബിൻതുൻ നാഷിതത്തുൻ ബൈത്തുഹാ ഫിൽ ഖറിയത്തി, നാസിറ ഒരു ആക്റ്റീവായ ഒരു മകളാണ്, അവളെ വീട് ഗ്രാമത്തിലാണ്. അൽ ഹിറത്തു സഗീറത്തുൻ ദൈരുഹാ ജമീലുൻ, ചെറിയൊരു പൂച്ച, അതിൻ്റെ വാല് ഭംഗിയുള്ളതാണ്. എന്തി കലമുൻ തൂലുഹു കബീറുൻ, എൻ്റെ അടുക്കൽ പേനുണ്ട്, പക്ഷെ അതിൻ്റെ നീളം വലുതാണ്. ഫാത്തിമത്തു സ്വദീഖത്തി ലഹാ സിയാറത്തുൻ, ഫാത്തിമ എൻ്റെ ഫ്രണ്ടാണ്, അവൾക്കൊരു കാറുണ്ട്. ഇങ്ങനെ മുദക്കറാണെങ്കിൽ മുദക്കറായിട്ടും മുഅന്നസാണെങ്കിൽ മുഅന്നസായിട്ടുമാണ് ലമീറുകൾ ഫിൽ ചെയ്യേണ്ടത്. ഇന്ന് നോക്കുക നെക്സ്റ്റ് പേജ്. യുലാഹിലുൽ ലമാഇൽ മുൻഫസിലത്ത വക്തുബുഹാ ഫിൽ മക്കാനിൽ ഖാലി, താഴെ പറയുന്ന മുൻഫസില ലമീറുകൾ വായിച്ചിട്ട് ആ ഒഴിഞ്ഞ സ്ഥലത്ത് ബ്ലാങ്കായ സ്ഥലത്ത് ഫിൽ ചെയ്യാനാണ്. ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമാ അൻതും അൻതി അൻതുമാ അൻതുന്ന അന നഹ്നു, അവിടെ എന്ത് ചെയ്യുക, വിട്ടുപോയ ഭാഗത്ത് ബാക്കി ഫിൽ ചെയ്യുക. നുലാഹുൽ ലമീർ മുത്തസില, ഇനി നമുക്ക് മുത്തസില ലമീറുകൾ നോക്കാം. ബൈത്തുഹു ബൈത്തുഹുമാ ബൈത്തുഹും ബൈത്തുഹാ ബൈത്തുഹുമാ ബൈത്തുഹുന്ന ബൈത്തുക ബൈത്തുകുമാ ബൈത്തുക്കും ബൈത്തുക്കി ബൈത്തുകുമാ ബൈത്തുക്കുന്ന ബൈത്തി ബൈത്തുന. എന്നതിന് അർത്ഥം നമുക്ക് പറയാം. ബൈത്തുഹു അവൻ്റെ വീട്, ബൈത്തുഹുമ അവർ രണ്ടുപേരുടെ വീട്, ബൈത്തുഹും അവർ രണ്ടിൽ കൂടുതൽ പേരുടെ വീട്, ബൈത്തുഹ അവളെ വീട്, ബൈത്തുഹു അവർ രണ്ടാളുടെ വീട്, ബൈത്തുഹുന്ന അവർ രണ്ടിൽ കൂടുതൽ സ്ത്രീകളെ വീട്. ബൈത്തുക്ക നിന്റെ വീട്, ബൈത്തുക്കുമ നിങ്ങൾ രണ്ടാളെ വീട്, ബൈത്തുക്കും നിങ്ങൾ രണ്ടിൽ കൂടുതൽ പേരുടെ വീട്, ബൈത്തുക്കി നിന്റെ വീട്, സ്ത്രീയോടെ പറയുന്ന ബൈത്തുക്കി കസറായിട്ട്, ബൈത്തുക്കുമ നിങ്ങൾ രണ്ട് സ്ത്രീകളെ വീട്, ബൈത്തുക്കുന്ന നിങ്ങൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകളെ വീട്, ബൈത്തി എൻ്റെ വീട്, ബൈത്തുന ഞങ്ങളെ വീട്. ഇങ്ങനെയാണ് വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരുന്നത്. ഇനി അതിൻ്റെ മുൻഫസില ലമീർ നോക്കൂ. മിൻഹു മിൻഹുമാ മിൻഹും മിൻഹ, അതിൻ്റെ മുത്തസിലായ ലമീർ മറ്റു രൂപം. മിൻഹു മിൻഹുമാ മിൻഹും മിൻഹ മിൻഹുമാ മിൻഹുന്ന മിൻക മിൻകുമാ മിൻകും മിൻകി മിൻകുമാ മിൻകുന്ന മിന്നി മിന്നി മിന്ന. എന്താണ് അർത്ഥം? മിൻഹു അവനിൽ നിന്ന്, മിൻഹുമാ രണ്ട് പേരിൽ നിന്ന്, മിൻഹും അവരിൽ നിന്ന്, അവർ രണ്ടിൽ കൂടുതൽ പേരിൽ നിന്ന്, മിൻഹ അവളിൽ നിന്ന്, മിൻഹുമ അവർ രണ്ടുപേരിൽ നിന്ന്, മിൻഹുന്ന അവർ രണ്ട് കൂടുതൽ സ്ത്രീകളിൽ നിന്ന്, മിൻക നിന്നിൽ നിന്ന്, മിൻകുമാ നിങ്ങൾ രണ്ടുപേരിൽ നിന്ന്, മിൻകും നിങ്ങൾ രണ്ടിൽ കൂടുതൽ പേരിൽ നിന്ന്, മിൻകി നിന്നിൽ നിന്ന് സ്ത്രീയോടെ പറയുന്നത്, മിൻകുമാ നിങ്ങൾ രണ്ട് സ്ത്രീകളിൽ നിന്ന്, മിൻകുന്ന നിങ്ങൾ രണ്ടിൽ കൂടുതൽ സ്ത്രീകളിൽ നിന്ന്, മിന്നി എന്നിൽ നിന്ന്, മിന്ന ഞങ്ങളിൽ നിന്ന്. ഇതൊക്കെ മുത്തസിലായ ലമീറുകളാണ്, പദങ്ങളോട് ചേർന്ന് വരുമ്പോഴുള്ള ലമീറുകളാണ്. ഇനി നോക്കൂ. നക്തുബുൽ ലമാഇർ മുത്തസിലത്ത കമാഫിൽ മിസാലി വനുബദ്ദിലു നസ്റ ഇലാ ഫഅല. താഴെ കൊടുത്തിൽ നസ്റ എന്ന ലമീറുകൾ മുത്തസില ലമീറുകളാണ് എഴുതിയിട്ടുള്ളത്. അതിനെ ഫഅലയിലേക്ക് മാറ്റി എഴുതണം. നമുക്ക് നോക്കാം. നസ്റഹു നസ്റഹുമാ നസ്റഹും നസ്റഹ നസ്റഹുമാ നസ്റഹുന്ന നസ്റക നസ്റകുമാ നസ്റകും നസ്റക്കി നസ്റകുമാ നസ്റകുന്ന നസ്റനി നസ്റന. അതിന്റെ ഫഅല നോക്കൂ. ഫഅലഹു ഫഅലഹുമാ ഫഅലഹും ഫഅലഹ ഫഅലഹുമാ ഫഅലഹുന്ന ഫഅലക ഫഅലകുമാ ഫഅലകും ഫഅലക്കി ഫഅലകുമാ ഫഅലകുന്ന ഫഅൽനി ഫഅൽന. നെക്സ്റ്റ് പേജ്.
നുമയ്യിസുൽ ലമാൽ മുത്തസിലത്ത വൽ മുൻഫസിലത്ത മിനൽ ആതിയത്തി വനക്തുബുഹ ഫിൽ ഖാന. താഴെ പറയുന്ന സെന്റൻസുകളിൽ നിന്ന് മുത്തസില ലമീറുകളും മുൻഫസില ലമീറുകളും ആ 2 കോളത്തിലെടുത്ത് എഴുതാനാണ്. അന ത്വാലിബുൻ ഇസ്മി ഹാമിദുൻ. ഹുവ ഉസ്താദുൻ ഇസ്മുഹു ജാബിറുൻ യുഹിബ്ബുഹു തുല്ലാബഹു. ഞാനൊരു വിദ്യാർത്ഥിയാണ്, എൻ്റെ പേര് ഹാമിദാണ്. അവൻ ഉസ്താദാണ്, അദ്ദേഹത്തിന്റെ പേര് ജാബിറാണ്. അദ്ദേഹത്തെ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്നു. നഹ്നു മുസ്ലിമൂന നബിയുന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങളെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അനീസത്തു ഹിയ മുജ്തഹിദത്തുൻ തുഹിബ്ബുഹ ഉഖ്തുഹ. അനീസ അധ്വാനിക്കുന്ന ഒരു സ്ത്രീയാണ്, അവളെ സഹോദരി അവളെ ഇഷ്ടപ്പെടുന്നു. യാ മിദ്ലാജു അൻത ഫായിഖുൻ ഫി സുഫിക. മിദ്ലാജ്, നീ സുഫിൽ ചേർന്ന് നിൽക്കൂ. ഇതിൽ നിന്നാണ് മുത്തസില ലമീറും മുൻഫസില ലമീർ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ കോളം അല്ലമാ അൽ മുത്തസില, മുത്തസില ലമീറുകളുടെ കോളാണ്. ഇസ്മി റയാ അലൈഹി, ഇസ്മി ഇസ്മുഹു യുഹിബ്ബുഹു തുല്ലാബുഹു നബിയുനാ അലൈഹി തുഹിബ്ബുഹ ഉഖ്തുഹ സഫിക. ഈ വേർഡിന്റെ അവസാനം വരുന്നൊക്കെ എന്താണ്? മുത്തസില ലമീറുകളാണ്. രണ്ടാമത്തെ കോളം അല്ലമാഇൽ മുൻഫസില, മുൻഫസില ലമീറുടെ കോളാണ്. എന്തൊക്കെ വരുന്നത്? അന, ഹുവ, നഹ്നു, ഹിയ, അൻത. ഇനി നോക്കൂ, നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു ഹു, ഹി, ഹാ, ഹുവ വനഖ്തു തഹ്തഹ. താഴെ പറയുന്ന ഖുർആൻ ആയത്തിൽ നിന്ന് ഹു, ഹി, ഹാ, ഹുവ എന്നീ ലമീറുകൾ താഴെ വരക്കാനാണ്. മാ അഗ്ന അൻഹു മാലുഹു, അൻഹു മാലുഹു. വഖാലൽ ഇൻസാനു മാ ലഹാ, ലഹ. വജദ്നാ അലൈഹി ആബാഅനാ, അലൈഹ. ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഫതാബ അലൈഹി ഇന്നഹു ഹുവ. ഇതൊക്കെയാണ് ലമീറുകൾ. അതിന് അവസാനത്തെ വർക്ക് നൻസഖുൽ കലിമ, താഴെ കൊടുത്ത പദങ്ങൾ കോപ്പി ചെയ്യാനാണ്. അതേപോലെ വൃത്തിയിൽ എഴുതാം. മിൻഹു, മിൻഹുമാ, മിൻഹും, മിൻക, മിൻകുമാ, മിൻകും, മിന്നി. ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് മുത്തസില ലമീറുകളും മുൻഫസില ലമീറുകളുമാണ്. അല്ലാഹു തആല നല്ല പഠനം നമുക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.